എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, തീർച്ചയായും അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം കൂടിയാണ്. എൻ്റെയും ജീവിതത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വരണമെന്നോ ഇങ്ങനൊരു ബിസിനസ് ചെയ്യണമെന്നോ എന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ക്ഷണം നിരസിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആളുടെ ഒരു ഉത്തരം നൽകിക്കൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം, ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒന്നുമല്ല, ഒരു ചെറിയ മുറിയിൽ വെച്ചിട്ട് ഒരു 10-12 പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയും എത്രയും പെട്ടെന്ന് തീരുവാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിങ്ങിൽ നിൽക്കുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു. എന്തായാലും സർവശക്തനായ ദൈവത്തിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. കാരണം അന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായി. ആ ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പം എനിക്കും നിങ്ങളോടും പറയാനുള്ളത്, ആ ഒരു പോസിറ്റീവായ ചിന്താഗതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. ഞാൻ അന്ന് ഈ ഒരു അവസരം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കാര്യമായ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ഇനി ഇത് വിജയപ്രദമായി നടത്താൻ കഴിയുമെങ്കിൽ വരുമാനം കൂടുതൽ കണ്ടെത്താൻ കഴിയും. അന്ന് ഞാനും എൻ്റെ ഫാമിലിയിലുമൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ തീർക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇതുപോലെയുള്ള പല പ്രോഗ്രാമുകൾ ദൈവാനുഗ്രഹത്താൽ പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ബിസിനസ് ഏറ്റെടുത്ത് തുടങ്ങിയത്. എന്തായാലും ഇന്ന് ഈ കമ്പനിയുടെ റോയൽ ഡയമണ്ട് എന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. ഇത്രയും പ്രതീക്ഷ നിറഞ്ഞ മുഖങ്ങളുള്ള ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായും മനസ്സിൽ അതിയായ സന്തോഷമാണുള്ളത്. വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ സൺ ഇന്റർനാഷണൽ ടീമിൻ്റെ അതിശക്തനായ യങ് ആൻഡ് ഡൈനാമിക് ലീഡർ, ITC ലീഡർ, അദ്ദേഹത്തിൻ്റെ ഗാലപ്പ് 2 സീസൺ 2 പ്രോഗ്രാം, ഈ പ്രോഗ്രാമിന് ലീഡർഷിപ്പ് ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ടീമിൽ കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ദിനേശ് സാറിനും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എൻറ്റയർ ടീമിനും അദ്ദേഹത്തിൻ്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനും ഞാൻ ഹൃദ്യമായ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. ശക്തമായ കയ്യടിയോടുകൂടി. ഇന്ന് ഈ വേദിയിൽ ചെറുതും വലുതുമായ ധാരാളം അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി ഇവിടെ വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പം എല്ലാ അച്ചീവേഴ്സിനെയും ഹൃദ്യമായ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ് നിങ്ങളുടെ ശക്തമായ കരഘോഷത്തോടൊപ്പം. വർഷങ്ങൾക്ക് മുമ്പ് ദിനേശ് സാറിനെയൊക്കെ ആദ്യമായി പരിചയപ്പെട്ട ഒരു പ്രോഗ്രാം ഞാൻ ഓർക്കുന്നു. വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ പ്രോഗ്രാം. അന്ന് സാറ് വലിയ അച്ചീവറൊന്നുമല്ല, പക്ഷെ അച്ചീവ്മെന്റ് ചെയ്യണം എന്ന ഒരു ബേണിംഗ് ഡിസയർ, ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹം, ഒരു അഭിനിവേശം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാനും ഓൾ ഓവർ ഇന്ത്യയിൽ, കേരളം മുഴുവൻ ഇതുപോലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാനും ഇന്ന് ഈ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് റാങ്കായ ITC ലെവലിലേക്ക് എത്താനും അദ്ദേഹത്തിന് സാധിച്ചത്. നിങ്ങൾക്കറിയാം, ദിനേശ് സാറ് പയ്യന്നൂർ സ്വദേശിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം പല സ്ഥലങ്ങളിൽ മാറി സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം, അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സെറ്റിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ ബിസിനസ്സിനോട് കാണിച്ച കമ്മിറ്റ്മെൻ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ലെവലിൽ എത്താൻ സാധിച്ചത്. അവിടെ ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്. നിങ്ങൾക്കും ഈ ബിസിനസ്സിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ ഏത് ലെവലിൽ വേണമെങ്കിലും എത്തിക്കുമെന്നാണ്. കമ്മിറ്റ്മെൻറ്റ് എന്ന വാക്കിന് അർത്ഥം തന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ മതി, കം ഇറ്റ് ഫ്രം മൈൻഡ്. കം ഇറ്റ് ഫ്രം മൈൻഡ്. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ്, സ്വയമായിട്ട് ഏറ്റെടുക്കേണ്ട ഒന്നാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ, ഇന്ന് എൻറ്റയർ മൈ ലൈഫ് സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ അതിശക്തമായ ഒരു ഓർഗനൈസേഷനാണ് സൺ ഇന്റർനാഷണൽ ടീം. ആ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഘടകം തന്നെയാണ്. ഈ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയുടെ ITC ആൻഡ് എമറാൾഡ് ലീഡർ കൂടിയായിട്ടുള്ള പ്രസാദ് സാർ, അദ്ദേഹം ഇന്നിവിടെ രാവിലെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും.
വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഫാമിലിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില സംഗതി ഉണ്ടായിട്ട് പോലും ആളിന്ന് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദ്യമായ കയ്യൊഴിയോടുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ബിസിനസ്സിൽ എത്രയും പെട്ടെന്ന് ഡയമണ്ട് എത്താൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രസാദ് സാറിന് ഈ ബിസിനസ്സിൽ ഒരു വലിയ ലെവൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്? ജീവിതത്തിൽ ഓരോന്നോരോന്നായി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് BMW M സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ന്യൂ കാറാണ്. ഏതാണ്ട് 1 കോടിക്ക് മേലെ വില വരുന്ന, ഇന്ന് മാർക്കറ്റ് വാല്യൂ വരുന്നൊരു കാറാണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ഒരു പഴയ ടാറ്റ ഇൻഡിക്ക കാറാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അത് പല സമയത്തും ടാക്സി ആയിട്ടൊക്കെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഈ ഒരു വലിയ മാറ്റം, ഈ ലൈഫ് സ്റ്റൈലിൽ വന്നൊരു ചേഞ്ച് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ് ഞാൻ എടുത്തു പറയാനുള്ളത്. അദ്ദേഹം എടുത്ത ഒരു ഇനീഷ്യേറ്റീവാണ്, അദ്ദേഹം എടുത്ത റെസ്പോൺസിബിലിറ്റിയാണ്. അതേ ഇനീഷ്യേറ്റീവും റെസ്പോൺസിബിലിറ്റിയും സ്വന്തം ബിസിനസ്സായി കരുതി നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്താലാണ് നിങ്ങൾക്ക് ഇവിടെയും വിജയിക്കാൻ കഴിയുക. അതും ഒരു മെസ്സേജാണ്. ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് ഇവിടെ വേദിയിൽ സംസാരിച്ചു പോയ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഉള്ളുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലീഡറാണ്. വളരെയധികം അറിവുകളുള്ള, അത് കൂടെ വരുന്ന ഓരോ ആളുകൾക്കും പകർന്നു കൊടുക്കാൻ കഴിവുള്ള വളരെ ശക്തനായ ഒരു ലീഡറാണ് നമ്മുടെ ITC ലീഡറായിട്ടുള്ള സത്യൻ മാഷ്. അദ്ദേഹത്തിനെയും ദിനേശ് സാറിൻ്റെ വളർച്ചയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയാണ്. വളരെ ഹൃദ്യമായ അതിശക്തമായ കയ്യടിയാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. സത്യൻ മാഷിനും ഈ ബിസിനസ്സിൽ എത്രയും പെട്ടെന്ന് ഡയമെൻഷിപ്പിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിനു മുമ്പ് സോമൻ സാറിനെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? ഏതൊരു സാധാരണക്കാരന് വേണമെങ്കിലും ഈ ബിസിനസ്സിൽ എത്ര വലിയ വിജയങ്ങളും നേടാൻ കഴിയുമെന്ന ഒരു തോന്നൽ, ഒരു പടി കൂടി കടന്ന ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾക്ക് നമ്മളുടെ ഉള്ളിൽ സാധിക്കും. തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ ഒരു മഹാനായ പ്രതിഭ, അദ്ദേഹം ജനിച്ചു വളർന്നു വരുന്ന കാലഘട്ടത്തിലൊന്നും പ്രതിഭയൊന്നും ആയിരുന്നില്ല. ടീച്ചർ മന്ദബുദ്ധിയാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നുള്ളൊരു തീരുമാനമാണ് ആ വലിയ മാറ്റങ്ങളിലേക്ക് തോമസ് ആൽവ എഡിസനെ വളർന്നു വരാൻ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്: ഇഫ് യു ആർ റെഡി ടു ഡു ഓൾ ദ തിങ്സ് വിച്ച് യു കേപ്പബിൾ ടു ഡു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 100% വിജയിച്ചിരിക്കുന്നതാണ്. അപ്പൊ പല ആൾക്കാരും എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുന്നത്? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചില അലസ മനോഭാവം കാരണം നമ്മൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഒന്ന് ശക്തമായി കൈയടിച്ചാൽ ഈ ഹാളിൽ ഉണ്ടാകുന്ന ഒരു എനർജി ലെവൽ എത്രയായിരിക്കും അല്ലേ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കറക്റ്റ് ഓർ നോട്ട്? അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ബ്ലഡ് സർക്കുലേഷൻ കൂടത്തേ ഉള്ളൂ. ഹൃദയത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ മാറി കിട്ടും. അത്രയും ഗുണമുള്ള കാര്യമാണ്. എന്നാൽ പോലും പലപ്പോഴും നമ്മൾ എന്തിനാ എന്ന് വിചാരിച്ചിങ്ങനെ മടി പിടിച്ചിരിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്: നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. മറിച്ച് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ മുതൽ മുടക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി എത്ര കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇരുന്നേനെ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പോകും. നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലല്ലോ എന്നുള്ള തോന്നലാണ്. നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അത് ലാഭമാണ്, പ്രോഫിറ്റാണ്, വിജയമാണ്, ഫ്യൂച്ചറാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാനൊരു പക്ഷേ ഈ ബിസിനസ്സിൽ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് അല്പം കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇന്ന് നിരവധി ഈ പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായി ദിനേശ് സാറിനെ കാണുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അതിശക്തമായി ഈ ബിസിനസ് ആവേശത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാൾ ഇന്ന് ഈ കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ CTC കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തി. അക്കേഷ് സാറ്, അദ്ദേഹത്തിന് ഞാൻ ഹൃദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ITC ആയി അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും. കയ്യടിയിൽ ഒരു പിശുക്കും കാണിക്കരുതല്ലോ. ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു മാറ്റവും ലൈഫിൽ ഉണ്ടാകുന്നില്ല. അപ്പം കേട്ടിരുന്ന ഒരാൾ പറയുവാണ്, അത് കയ്യിൽ ദാരിദ്ര്യരേഖ ഉള്ളത് കൊണ്ടാണ്, അത് കാരണമാണ് വിജയിക്കാത്തത്. അപ്പോൾ വേറൊരാൾ പറയുവാണ്, ശക്തമായി കൈയടിച്ചാൽ ആ ദാരിദ്ര്യരേഖ അങ്ങ് മാറിക്കോളും, മാഞ്ഞു പൊക്കോളും. ഈ അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ദാരിദ്ര്യരേഖയൊക്കെ പോയി സമ്പത്തിൻ്റെ രേഖയൊക്കെ തെളിഞ്ഞു വരട്ടെ.
കൈയടിക്കും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നല്ല ചേർത്ത് പിടിച്ചടിക്കുന്ന അക്യുപ്രഷർ തെറാപ്പിയാണത്. കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ നടക്കും, ഹൃദയമൊക്കെ നന്നായിട്ട് പമ്പ് ചെയ്യും, ബ്രെയിൻ 100% എന്ത് കാര്യം സ്വീകരിക്കാൻ തയ്യാറായി വരും, ആക്റ്റീവായി വരും. പല ആൾക്കാരും ഇവിടെ ഈ ലൈറ്റൊക്കെ ഒന്ന് മറച്ചു പിടിച്ച് എങ്ങനെയും ഉറങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും, എനിക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും, പല ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇവിടെ വന്ന് ഇരുന്നല്ലോ, ഇരുന്ന് ശ്രദ്ധിക്കാതിരുന്നിട്ടോ ഉറങ്ങിട്ടോ വല്ല കാര്യമുണ്ടോ? ഈ മടുപ്പ് ബാധിക്കുന്നവരൊന്നും ഈ ബിസിനസ്സിൽ ഒരിക്കലും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് ഞാൻ തുറന്നു തന്നെ പറഞ്ഞേക്കാം. പിന്നെ എല്ലാവരും ഒന്നും വിജയിച്ച കൈയടിക്കാൻ ആൾ കാണില്ലല്ലോ, കറക്റ്റ് അല്ലേ? എല്ലാവരും വിജയിച്ച് ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ ആരിക്കും, ആരെങ്കിലുമൊക്കെ വേണ്ടേ? കറക്റ്റ്, യെസ്. നിങ്ങളൊന്ന് ഓർക്കുക, ഇവിടെ ഒരു വ്യക്തി മാത്രം വിജയിക്കുന്ന ഒരു ബിസിനസ് അല്ല. അതാണ് ഈ ബിസിനസ്സിന്റെ സാമൂഹ്യമായ ഏറ്റവും വലിയ നന്മ. മറ്റുള്ള മേഖലകളിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ മേഖലയിലുള്ള പല ആളുകളെയും നമ്മൾ പിന്നിലാക്കണം. പക്ഷേ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം, ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരെ കൈപിടിച്ച് നമ്മളെപ്പോലെ വിജയിക്കാൻ സഹായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മാർഗം. ഒരു സമൂഹത്തിനെ കൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. നാട്ടിലെ ഏതുതരം പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഞാനന്ന് ദിനേശ് സാറിനോടൊപ്പം അഖേഷ് സാറിനെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ചില വ്യക്തിത്വങ്ങളെ, പല മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു. അന്ന് കണ്ട ഒരു ടൈലറാണ് സത്യൻ സാറ്. അന്ന് ഈ ബിസിനസ്സിൽ അദ്ദേഹം ഒരു NTC ലീഡറാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാകും. ഒരു ഹീറോ എന്നുള്ളൊരു സ്റ്റൈലിൽ അതിശക്തമായ അച്ചീവ്മെന്റ് ഉള്ള മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു യങ് ഡൈനാമിക് ലീഡറാണ് ഷനിൽ സർ ഫ്രം ചൊക്ലി. അദ്ദേഹം ഈ ബിസിനസ്സിലെ NTC ലീഡറാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ വളരെയധികം ഫാസ്റ്റായിട്ട് അച്ചീവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പുതിയ NTC ലീഡേഴ്സ്, ബ്രാൻഡ് ന്യൂ NTC ലീഡേഴ്സ് വന്നു കഴിഞ്ഞു ഇവിടെ. എസ്പെഷ്യലി അനസാറ്, അദ്ദേഹത്തിന് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ റെനിലാൽ സാറ്, അദ്ദേഹത്തിനും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ മിസ്റ്റർ അബ്ദുൽ ലത്തീഫ്, ഈ ബിസിനസ് വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. ഏത് സമയത്തും ആ ചിരിയും ആവേശമൊക്കെ ആളുടെ മുഖത്തും കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ബിസിനസ്സിൽ വേണ്ടത്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഓരോരുത്തരെ കുറിച്ചും കൂടുതൽ പറയാൻ കഴിയാത്തത്. ഒരുപാട് RTC ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് STCകളുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. ഈവൻ അവർ TC ആയിക്കോട്ടെ, ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, എന്നും എൻ്റെ ഉള്ളിൽ ആവേശം നിറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാൻ ബിസിനസ് ആരംഭിച്ച ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പല ആൾക്കാരും അച്ചീവറായി. അവരൊക്കെ നേരത്തെ വന്നതുകൊണ്ടോ നല്ല സിറ്റുവേഷനിലായതുകൊണ്ടൊക്കെയാണ് അച്ചീവറായത്, എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലും മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലും ഏറ്റവും ടോപ്പിലെത്താൻ പോകുന്ന ആളുകൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾ അവർ ഇതുവരെ ഈ ബിസിനസ് തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ ആവേശത്തോടു കൂടി മറ്റുള്ള ഏത് ജോലികളിലും ഏത് ബിസിനസ്സുകളിലും ആളുകൾ ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും ഈ ബിസിനസിന്റെ വിജയത്തിനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടത് അനിവാര്യമാണ്. ഒരു ജോലിയുള്ള വ്യക്തി അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് എല്ലാ ദിവസവും പോകാറില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഒരു കട നടത്തുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കട എല്ലാ ദിവസവും കൃത്യസമയത്ത് തുറക്കുകയും ആ കടയിൽ ആവശ്യമായ സാധനങ്ങൾ സമയാസമയങ്ങൾ വാങ്ങി വെക്കുകയും ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറുകയും അവിടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും അതിനോടൊരു ഉത്തരവാദിത്വം കാണിക്കുന്നത് കൊണ്ടുമല്ലേ അവരെ വിജയിക്കുന്നതല്ലേ? അല്ലാതെ ആരെങ്കിലും പറ്റുമോ? ഇവിടെ അങ്ങനെയുള്ള നിർബന്ധമായ ഒരു സ്റ്റൈലൊന്നുമില്ല. പക്ഷെ ആ സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കി എടുത്തേ പറ്റൂ. അതാണ് വിജയിക്കാനുള്ള ഒരേ ഒരു സ്റ്റൈല്, ഒരേ ഒരു സിസ്റ്റം. ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലേ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചൊന്നും പോകുന്നില്ല. ഏതാനും ചില പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഈ ബിസിനസിന്റെ സാധ്യത എന്താണ്, നമ്മളിത് എന്തുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യണം, ഇത് ഏറ്റെടുത്ത് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് കിട്ടുക, ഇതിനെക്കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുക, സ്വന്തം ബിസിനസ്സായി കാണുക. സ്വന്തം ബിസിനസ്സായി കണ്ട് കാര്യങ്ങൾ പഠിച്ച് അത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിജയിക്കാനുള്ള മാർഗം. ഇവിടെ സ്ലൈഡ്സ്, ഓക്കെ. ലീഡർഷിപ്പ്, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ വ്യക്തികളും ആ ലീഡർഷിപ്പ് ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ഒരാൾ ലീഡർ ആവുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ ആ ലീഡർ എന്ന് വിളിക്കുമോ? അനുയായികളില്ലാതെ ലീഡർ ആവില്ലല്ലോ. ആവോ? ഇല്ല. അനുയായികളില്ലാതെ
ഒരു നല്ല ലീഡർ ആവാൻ സാധിക്കില്ല. ഒരു നല്ല ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് തൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള അനുയായികളെ, ഫോളോവേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് നാളെ അവരെയും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതാണ് ഈ ബിസിനസ്സിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഒരു മികച്ച തെരഞ്ഞെടുക്കലാണ്. സക്സസ് ഈസ് എ വൈസ് സെലക്ഷൻ, അല്ലെങ്കിൽ പ്ലാൻഡ് റിജക്ഷൻ. എല്ലാത്തിനും യേശു പറഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. വിജയിക്കാൻ തീരുമാനമെടുത്ത് ഉറപ്പിച്ചവരെ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറുള്ളവരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ അച്ചീവറാക്കുക, അവരത് ഏറ്റെടുത്ത് ചെയ്തോളും. ഇതേ ഉള്ളൂ മാർഗം. അതിന് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടി വരും. പുതിയ സ്ഥലങ്ങളിൽ പുതിയ ആളുകളെ പരിചയപ്പെടേണ്ടി വരും. നമ്മുടെ ലിസ്റ്റിൽ നിന്നും പുതിയ ആളുകളെ സെലക്ട് ചെയ്ത് ബിസിനസ് പറയേണ്ടി വരും. ആരാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുക എന്നൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പലരും അങ്ങനെ അങ്ങ് ഏറ്റെടുത്തോളും. അങ്ങനെയൊക്കെ ഏറ്റെടുത്തവരാണ് ഞാനും ഇവിടെ ഇന്ന് അച്ചീവറായ പല ആൾക്കാരും. എന്തായാലും ആ ഒരു ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക. ഇന്നത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏത് മേഖലയിലും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ സാധ്യത പഠിക്കേണ്ടത് അനിവാര്യതയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വർഷമെടുത്താൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആയി പുറത്തു വരുന്നുണ്ട്. അവർക്കൊരു കരിയർ തുടങ്ങണം, ജോലി വേണം, വരുമാനം വേണം. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ അതിൽ 90% ആളുകൾക്കും യഥാസമയം ജോലി ലഭിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഞാൻ പറഞ്ഞതുമായിട്ട് എത്ര പേര് യോജിക്കുന്നുണ്ട്? ഒന്ന് കൈവക്കോ. ഇതാണ് സിറ്റുവേഷൻ. ഇതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ്. പക്ഷേ അത് ഈ ബിസിനസ്സിൽ പോസിറ്റീവാണ്. ഒരു രാജ്യത്തിന്റെ യുവത അവരുടെ ഭാവി അന്ധകാരത്തിലായാൽ ആ രാജ്യത്തിന്റെ ഭാവിയും അന്ധകാരത്തിലാവാൻ സാധ്യതയുണ്ട്. ആ നാട്ടിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഏറ്റെടുക്കാനും അവർക്കിവിടെ ഒരു മികച്ച അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സാധ്യത. ഇത് ഞാൻ പറയുമ്പോൾ അത് ബോധ്യപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു റിപ്പോർട്ട് കാണിക്കുവാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് നിലവാരം സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ്. അമേരിക്ക ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്തതിനേക്കാൾ എത്രയോ ഇരട്ടിയായി ഇപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞു. നേരത്തേക്ക് ഉണ്ടായിരുന്നത് 23, 24 മാക്സിമം വന്നിട്ടുള്ളത്. അത് പഴയ കാലത്ത് 1932, 33 നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. പക്ഷെ റീസെന്റ് നോക്കുവാണെങ്കിൽ എത്രയോ ഉയരത്തിലാണ്. 32.1%. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അമേരിക്കയുടെ കാര്യമല്ലേ. ഇന്ത്യ ടുഡേയിൽ വന്ന റിപ്പോർട്ടാണ്. ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ഇന്ത്യയിൽ പോലും മുമ്പുണ്ടായിരുന്നതിന്റെ 3 ഇരട്ടിയാണ് അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ. ഇതൊക്കെ ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകളാണ്. യാഥാർത്ഥ്യം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ചിന്തിക്കണം. ഇന്ന് ഒരു നല്ലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പല മാതാപിതാക്കളും മക്കളോടുള്ള സ്നേഹം കൊണ്ട് ലക്ഷങ്ങളൊക്കെ കടമെടുത്തിട്ടാണ് അവരെ പഠിപ്പിച്ച് പുറത്തേക്ക് കിടക്കുന്നത്. ഈ കടബാധ്യതകൾ വീട്ടിൽ വരുമ്പോൾ ഈ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് മനത്തിൽ പ്രയാസമുണ്ട്, പ്രഷറുണ്ട്. പക്ഷെ അവരൊരു സമയത്ത് ജോലി കിട്ടാതെ വരുമ്പോൾ ഈ ബാധ്യതകൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ അങ്ങ് ഡൗൺ ആവുക, അവൻ നിരാശനാവുക, ഡിപ്രസ്ഡ് ആവുകയാണ്. ആ വീട് മുഴുവൻ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഇതാണ് സാഹചര്യം. കറക്റ്റ് ആണോ? യെസ്. നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഏറ്റവും വലിയ സൊല്യൂഷനാണ് അൺഎംപ്ലോയ്മെന്റിന് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ഇനി രണ്ടാമത്തത് നമ്മൾ എപ്പോഴും കേട്ടുകേൾവി ഇല്ലാത്ത ഒരു ചിന്താഗതിയാണ് അൺഎംപ്ലോയബിലിറ്റി. റിപ്പോർട്ട് വന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ അഭ്യസ്തവിദ്യരായി പുറത്തു വരുന്ന 1 ലക്ഷം പേരുണ്ടെങ്കിൽ അതിൽ ഏകദേശം 55,000 ആളുകൾക്കും ഒരു ജോലി കൊടുക്കാനുള്ള ക്വാളിറ്റി ഇല്ല. അതാണ് അൺഎംപ്ലോയബിലിറ്റി. ഇതും അൺഎംപ്ലോയ്മെന്റിനെ പോലെ തന്നെ, തൊഴിലില്ലായ്മയെ പോലെ തന്നെയുള്ള ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. ഇനി എനിക്ക് എടുത്തു പറയാനുള്ളത് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വരുമാനം ചെയ്യുന്ന ജോലിയിൽ കൂടി കിട്ടാതിരിക്കുക. ഉദാഹരണത്തിന് ജീവിച്ചു പോകാൻ, നമ്മൾ മനസ്സിൽ കരുതുന്നത് പോലെ ജീവിച്ചു പോകാൻ ഇപ്പോൾ 1 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടേണ്ടത് ആവശ്യമാണ്. പക്ഷെ ആ വ്യക്തിക്ക് ശമ്പളം 30,000 രൂപയുള്ളൂ. ആൾക്ക് 70,000 രൂപ ഷോർട്ടേജ് ഉണ്ട്. ആ ജോലിയിൽ ഇനി എത്ര കമ്മിറ്റ്മെന്റ് കാണിച്ചാലും ഇപ്പോൾ 30,000 കൂടാൻ പോകുന്നില്ല. ഇതാണ് അണ്ടർ എംപ്ലോയ്മെന്റ്.
ഈ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് ഇന്ന് രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവർ ജീവിത നിലവാരം എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എത്തിക്കാൻ കഴിയുന്നില്ല. അവരും അന്വേഷിക്കുന്നുണ്ട്. അവർക്കും ഒരു സൊല്യൂഷനാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. സാധ്യത നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഡിമാൻഡ് ഉള്ളതിനേക്കാൾ ഒരുപാട് സപ്ലൈ കൂടുതലാണ്. 1000 പേർക്ക് ജോലി കൊടുക്കാനുണ്ട്, 10 ലക്ഷം പേരാ ക്യൂവിൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറഞ്ഞ പൈസയ്ക്ക്, കാരണം എല്ലാ കമ്പനികളും ചെലവ് ചുരുക്കാൻ ശ്രമിക്കുകയാണ്, ഈവൻ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ. അതുകൊണ്ട് ആ ചെലവ് ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ കുറഞ്ഞ വേതനത്തിൽ പണിക്ക് വരാൻ തയ്യാറുള്ളവർക്ക് അവർ ജോലി കൊടുക്കും, ബാക്കിയുള്ളവരുടെ ജോലി പോകും. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഇനി അടുത്തത് ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ജോബ് ലോസ്. ഉള്ള ജോലി പോവുക. ഇന്ന് നാട്ടിലെല്ലായിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. ഒരു മാഗസിന്റെ കവർ പേജ് ആണ് ബിസിനസ് ടുഡേ. ജോബ് ലോസ്, ആർ യു ദ നെക്സ്റ്റ്? ഇനി അടുത്ത നിങ്ങളാണോ? നമ്മൾ നോക്കണം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് കാണിക്കാം. ഇത് 2023 നമ്മൾ കേട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ ആയിരക്കണക്കിന് ജോലിക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഇവിടെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ചില ഹെഡിങ്ങുകൾ മാത്രമാണ് ഇതിലൂടെ ഇട്ടേക്കുന്നത്. ഇവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഓരോ കമ്പനികളും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. 2022 അപേക്ഷിച്ച് ഇത് ഇന്ത്യ ടുഡേയിൽ വന്ന റിപ്പോർട്ടാണ്. 2023 ജനുവരിയിൽ മാത്രം 1,06,950 ക്വാളിഫൈഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസിന് ജോലി നഷ്ടപ്പെട്ടു. 2022 നവംബറും ഡിസംബറിലും കൂടെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാവും. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇത് ആഗോള തലത്തിലുള്ള ഒരു വിഷയമാണ്. ഇവിടെയാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിന്റെ പ്രസക്തിയും ഇതിന്റെ ഫ്യൂച്ചറും ഇതിന്റെ സാധ്യതയും ഇരിക്കുന്നത്. പല ആളുകളും ചിന്തിക്കും വേറെ കാര്യമായ പരിപാടിയൊക്കെ ഇല്ലാത്തവർക്ക് ഈ ബിസിനസ് കൊള്ളാവുന്നു. ഒരു 5 വർഷം കൂടെ കഴിയട്ടെ, സമൂഹത്തിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള മുഴുവൻ ആളുകളെ നിങ്ങൾക്ക് ഇവിടെ വേദിയിൽ ഏറ്റവും അച്ചീവേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. അവർ നിങ്ങളിലൂടെയാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരു അപ്പുറത്തേക്ക് ചിന്താശേഷിയും കാര്യങ്ങൾ ഗ്രഹിക്കാനും പ്രൊഫഷണൽ സ്കിൽസും ഉള്ള ആൾക്കാരാണ്. അവർ ആ രീതിയിൽ ലോകം മുഴുവൻ ഏറ്റെടുത്ത് ചെയ്യും. അവർ നിങ്ങളുടെ ടീമിൽ വന്നാൽ ആ ടേൺ ഓവർ മുഴുവൻ നമുക്ക് വരില്ലേ? പക്ഷെ നമ്മളത് ഏറ്റെടുത്തതല്ലേ പറ്റൂ. കറക്റ്റാണോ? നമ്മളത് ഏറ്റെടുത്താലേ പറ്റൂ. ഇനി എനിക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ നോക്കിക്കുകയും ഈ ഒരു ബ്രാൻഡുകളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഈ പറയുന്ന എല്ലാ കമ്പനികളും ഈ കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആയിരക്കണക്കിന് അവരുടെ എംപ്ലോയീസിനെയാണ് കുറച്ചത്. നിലവിൽ തൊഴിലുള്ളവരുടെ തൊഴിൽ കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവർക്കൊക്കെ എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന, എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഓർ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. ഇനി അതേപോലെ തന്നെയുള്ള ഇതാണ്, ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുക എന്നാൽ പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങാം, ഒരു കട തുടങ്ങാം, ഒരു ബിസിനസ് ആരംഭിക്കാം. ഇന്ന് ഏത് ബിസിനസ് മേഖല എടുത്താലും അവിടെയെല്ലാം വലിയ വലിയ കമ്പനികൾ വരുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അതിജീവിക്കാൻ പ്രയാസമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം റിലയൻസ്. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ജില്ലയിൽ റിലയൻസ്, ഞാൻ പറയുന്നത് അവരുടെ പഴയ ടൈപ്പ് ബിസിനസ് അല്ല, റീറ്റെയിലിംഗ് ബിസിനസ്, പലചരക്ക് കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നമ്മളിന്ന് നോക്കിയാൽ ഒരു 1/2 കിലോമീറ്റർ പോയാൽ തന്നെ ടൗണുകളിലൊക്കെ അവരുടെ പല പല സ്ഥാപനങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഇതേപോലെയുള്ള വൻകിട കമ്പനികൾ ഇന്ത്യയിലെ ലോകത്തെയും ഏറ്റവും മികച്ച സ്ഥാപനങ്ങളൊക്കെ എല്ലാ മേഖലകളിലും വരുക. ഇപ്പൊ കൊച്ചിയിലൊക്കെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നു. നല്ല സൗകര്യമാണ്. ആൾക്കാർ അവിടെ പോയി വാങ്ങാനേ ഇഷ്ടപ്പെടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ, AC. ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്താൽ വേറെ ഒന്നിനും വേറെ എങ്ങും പോകണ്ട. അപ്പൊ സാധാരണ ഒരു പലചരക്കട ഒരാൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അതിൻ്റെ ഒന്നും അടുത്തൊന്നും ഒരു പലചരക്കട പോലും ഇല്ല. പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിരവധി ആളുകൾക്കാണ് അവരുടെ ബിസിനസ്സുകൾ അവസാനിപ്പിക്കേണ്ടി വന്നത് ഈ ഒരു ക്രൈസിസിൽ. എത്ര പേര് ഞാൻ പറയുന്നതായിട്ട് യോജിക്കുന്നുണ്ട്? ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഉറങ്ങാതെ കേൾക്കുന്നുണ്ടോ എന്ന് ഞാനെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കിവിടെ ചാരാൻ വഴിയൊന്നുമില്ലല്ലോ. നിങ്ങൾ നല്ല സുഖമായിട്ട് അവിടെ പുഷ് ബാക്ക് ഒക്കെ ചെയ്ത് നല്ല സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുമല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൈയൊക്കെ പൊക്കണം കേട്ടോ. പിന്നെ ഒരു ബിസിനസ് നടത്താൻ ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പർച്ചേസിങ് കപ്പാസിറ്റി എത്രയുണ്ടെന്നുള്ളതാണ്. ഒരു സാധനം 10 എണ്ണം വാങ്ങുന്നു, വേറെ ആൾ 10 ലക്ഷം വാങ്ങുന്നു. 10 എണ്ണം വാങ്ങുന്നവൻ പറഞ്ഞ വിലയ്ക്ക് വാങ്ങണം, 10 ലക്ഷം വാങ്ങുന്നവൻ അവൻ പറഞ്ഞ വിലയ്ക്ക് വാങ്ങണം. കറക്റ്റ് ഓർ നോട്ട്? ഇങ്ങനെയാണ് എല്ലാ വൻകിട സ്ഥാപനങ്ങളും വാങ്ങുന്നത്. അതുപോലെ ഇന്ന് ഇ-കൊമേഴ്സ്, ഈ കമ്പനികളൊക്കെ ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങളാണ് ഓരോ കമ്പനിയുടെ വിറ്റഴിക്കുന്നത്. ഇവരുമായിട്ടൊന്നും കോമ്പീറ്റ് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചെറുകിട ബിസിനസ്സുകാരനൊന്നും സാധിക്കുന്നില്ല.
സമയത്തിനോടൊപ്പം മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ലോകത്ത് അതിജീവിക്കാൻ കഴിയൂ. സമയത്തിന് മുമ്പേ മാറാൻ കഴിയുന്നവർക്കാണ് ലോകത്ത് മുന്നിൽ നിൽക്കാൻ കഴിയുക, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുക. ഇനി വരവിനേക്കാൾ കഴിഞ്ഞ ചെലവ്. നമ്മുടെ എല്ലാം വീട്ടിലെ കറണ്ട് ചാർജ് കൂടിയോ കുറഞ്ഞോ? വെള്ളത്തിൻ്റെ, ഗ്യാസ്, പത്രം, പാല്, പഞ്ചസാര, സ്വർണം എന്നുവേണ്ട എല്ലാം കറക്റ്റ് ഉണ്ടോ? പക്ഷെ വരുമാനത്തിന് മാത്രം വർധനവില്ല, പലതും കുറയുകയാണ്. ഞാൻ ഈയിടെ പല ആൾക്കാരെയും പരിചയപ്പെട്ടു. 20 പവൻ സ്വർണം കൊടുക്കാമെന്നൊക്കെ വാക്ക് പറഞ്ഞു പെൺകൊച്ചിനെ കെട്ടിക്കാന്ന് കരുതി. സ്വർണത്തിന്റെ വിലയെ കൊണ്ട് കയറിയപ്പോൾ എത്തിപ്പിടിച്ചിട്ട് പറ്റുന്നില്ല. 3, 4, 5 ലക്ഷം രൂപ കടമെടുക്കാൻ വേണ്ടി പരക്കം പായുമാണ്. അത്രയും വിലയും കൂടിപ്പോയി. എന്താ ചെയ്യുക? ഈ സമയത്തൊക്കെ നമുക്കറിയാം, ഇവൻ ഗാർഹിക ഗ്യാസിന്റെ വിലക്കയറ്റം നമ്മളെല്ലാം കണ്ടതാ. പണ്ടൊക്കെ 1 രൂപ, 2 രൂപ, 3 രൂപയൊക്കെയാണ് കൂടിയത്. ഇപ്പോഴോ 50, 100 ഒക്കെ വെച്ചിട്ടാ കൂടുന്നത്. ഇതാണ് സിറ്റുവേഷൻ. ഒരു വികസന രാഷ്ട്രമായ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം, കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധി കാരണം പഴയ വിജയിച്ച കർഷകർ പോലും അവരുടെ മക്കളെ ഒരു കർഷകനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റാണ്. അതേപോലെ തന്നെ കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് NRIs, അല്ലേ? ആണോ അല്ലയോ? ആണ്. ഇന്ന് ലോകത്ത് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, അത് ലോകത്തെ ഏത് രാജ്യങ്ങളെ ബാധിച്ചാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേരിട്ട് ഇന്ത്യയാണ്. ഇന്ത്യയിൽ കേരളത്തിലാണ്. ഇപ്പൊ അമേരിക്കയിൽ എത്ര പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോ അതിന്റെ 35% ഇന്ത്യക്കാരാ. ഇവർക്കൊക്കെ നാളെ എന്താ ചെയ്യാൻ കഴിയുക? ഞാൻ പറയുന്നത്, ഈ രീതിയിൽ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അവരുടെ ജീവ നിലവാരം നിലനിർത്താനും ഉയർത്താനും കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നോ ഡൗട്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തതെന്നുള്ളത്, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. 1 റീറ്റെയിലിംഗ്, 2 വെൽനെസ്, 3 ഇ-കൊമേഴ്സ്, 4 ഡയറക്റ്റ് സെല്ലിംഗ്. മൈ ലൈഫ് സ്റ്റൈൽ ഈ 4 മേഖലകളെ കൂടി ഏറ്റവും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിന്റെ ബിസിനസ്. അതുകൊണ്ട് ഇന്ന് മറ്റേത് മേഖലയേക്കാൾ കൂടുതൽ ഗ്രോത്ത് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിന് വരും, ഉറപ്പാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ എടുത്താൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വളർന്ന ചില കാലഘട്ടങ്ങളുണ്ട് ചില മേഖലകളിൽ. നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 18ാം നൂറ്റാണ്ടിൽ കാർഷിക വിപ്ലവം വന്നു. അവിടെയാണ് കൂടുതൽ പേർ വിജയിച്ചത്. ലോകത്തിലെ ഏറ്റവും ധനാഢ്യരായിട്ടുള്ള ആൾക്കാരുണ്ടായത് അവിടെ നിന്നാണ്. 19ാം നൂറ്റാണ്ടിലൊന്ന് മാറി വ്യവസായ വിപ്ലവം വന്നു. 20ാം നൂറ്റാണ്ടിൽ IT, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ. 21ാം നൂറ്റാണ്ടിൽ റീറ്റെയിലിംഗ്. ഈ റീറ്റെയിലിംഗിൽ തന്നെ ഇന്ന് റീറ്റെയിലിംഗിന്റെ യുഗമാണ്. 25% കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സാണ്. അതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു വെൽനസ്. അമേരിക്കയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ പോൾ സെയിൻ പിൽസർ, അദ്ദേഹം ലോകത്തിന് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുകയും അതിനെക്കുറിച്ച് ബുക്കുകളൊക്കെ എഴുതിയപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ബുക്കിൽ വെൽനസിനെ കുറിച്ച് പറയുന്നത് ദ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ്. ഇപ്പൊ പ്രൂഫുണ്ട്. ഇന്ന് ഫാർമ സെഗ്മെന്റിൽ എത്ര ബിസിനസ് ഉണ്ടോ അതിനേക്കാൾ 3 ഇരട്ടി ബിസിനസ്സാണ് സാധ്യത വെൽനസിനുള്ളത്. അതേപോലെ തന്നെ നമുക്കധികം സന്തോഷിക്കാം, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വെൽനസ് ബ്രാൻഡായി മൈ ലൈഫ് സ്റ്റൈലിൻ്റെ എലമെന്റ്സ് ബ്രാൻഡിനെ 2019-ലും അതിനുശേഷം ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2022-ലും തിരഞ്ഞെടുത്തു. ഇത് സന്തോഷകരമായ കാര്യമാണ്. അവിടെ ബാക്കിൽ എൻ്റെ ലാപ്ടോപ്പിലൊന്ന് സൗണ്ട് ഒന്ന് കണക്ട് ചെയ്യണം. എന്തിന്? ഇത് ഇ-കൊമേഴ്സ് മേഖലയിലെ സാധ്യത കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് യൂസേഴ്സിൻ്റെയും ടേൺ ഓവറും പല രാജ്യങ്ങളുടെ കണക്കുകളെ കൊണ്ട് കാണിക്കുക. നമുക്കറിയാം, യൂസേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും ആമസോണും ഫ്ലിപ്കാർട്ടും ഇവരുടെയൊക്കെ സ്ഥാപനങ്ങൾ വരാറില്ല എല്ലാ വീട്ടിലും. പണ്ടൊന്നും ഇല്ലായിരുന്നു. സൊമാറ്റോയും യൂബറും എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. ഇതൊക്കെ ഇ-കൊമേഴ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഈ സാധ്യതകൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനും സാധ്യത കൂട്ടും. ഇത് ഡയറക്ട്ലി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിൽ വന്ന കട്ടിങ്സ് ആണ് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച്. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ 2025-ന് മുമ്പ് 1,80,00,000 ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഇതിനെ കരിയർ ആക്കും എന്ന് റിപ്പോർട്ടാണ്. ഞാനൊന്നും പറഞ്ഞതല്ല.
ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞതല്ല, റിപ്പോർട്ട്സ് ആണ്. അതുപോലെ തന്നെ 2025 എത്തുമ്പോൾ ഇന്ത്യയിലെ ആ ഒരു വർഷത്തെ ഒരു വാർഷിക വിറ്റുവരവ് 65,000 കോടിക്ക് പുറത്തെത്തും എന്നാണ് കണക്ക്. 2022-23 സാമ്പത്തിക വർഷം 20,000 കോടിയായിരുന്നു. അത് 65,000 കോടിയാവുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 350% ഗ്രോത്താണ്. കറക്റ്റ് ഓർ നോട്ട്? യെസ്. ഈ ഗ്രോത്ത് ഈ ബിസിനസ്സിന് വരാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് അങ്ങേറ്റം സന്തോഷിക്കാം. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെയാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന പാസീവ് ഇൻകമാണ്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്നൊരു ബോട്ട് അപകടം നമ്മുടെ എല്ലാവരെയും മനസ്സിലായിട്ട് പിടിച്ചു കൊലച്ച ഒരു സംഭവമാണ്. കറക്റ്റ് ഓർ നോട്ട്? യെസ്. ഒരു കുടുംബത്തിലെ 11ഓളം പേരാണ് പോയത് ഒരുമിച്ച്. അതിനൊരു മണിക്കൂർ മുമ്പ് പോലും അവർക്കൊരു സൂചന പോലും ഇല്ല ഇങ്ങനെ സംഭവിക്കും. ആരോഗ്യ പ്രശ്നം കൊണ്ട് പോയതല്ല, ഒരു അപകടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റിയും സ്ട്രെങ്തും ഉണ്ടെങ്കിലും നാളെയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയും നമ്മുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്, നമ്മുടെ ദൗർബല്യം. ഈ ദൗർബല്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. നാളെ നമ്മൾ ഇല്ലാതായാൽ അവിടെ തുടങ്ങുക. വരുമാനം ഏൺ ചെയ്യുന്ന ഒരാൾ കുടുംബത്തിൽ ഇല്ലാതായാൽ ആ കുടുംബം ഒറ്റയടിക്ക് പ്രകാശം നിറച്ച് അന്ധകാരത്തിലേക്ക് മാറുക. എങ്ങനെ ജീവിക്കണമെന്ന് പോലും അവർക്കറിയില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 5 വർഷം നമ്മൾ മൈ ലൈഫ് ബിസിനസിനെ സിസ്റ്റമാറ്റിക് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തലമുറയായി കൈമാറാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന അവസരം നമുക്ക് തുറന്നെടുക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, ഒരു തെളിവ് മാത്രം കാണിക്കാം. ഇദ്ദേഹത്തിൻ്റെ പേര് ഷീജൻ സിംഗ് നായർ എന്നാണ്. എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പഞ്ചാബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. വലിയ സ്വപ്നങ്ങളുള്ള ഫാമിലിയിലെ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ജോലി റിസൈൻ ചെയ്തിട്ട്, ലിമിറ്റഡ് വരുമാനം കൊണ്ടൊന്നും ഈ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കരുതി മൈ ലൈഫ് സ്റ്റൈൽ ഞങ്ങളോടൊപ്പം ബിസിനസ് തുടങ്ങി. ഒരു 5 വർഷത്തോളം അതിശക്തമായി ചെയ്തു. നല്ല രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്ചികമായ ഒരു ദിവസം അദ്ദേഹത്തിനൊരു അറ്റാക്ക് ഉണ്ടായി. മരണപ്പെട്ടു. രക്ഷിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മൂത്ത മോൾ MBBS ചേർത്ത സമയമാണ്. രണ്ടാമത്തെ മോള് ലോകത്തിലെ നല്ല ചെലവുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഭാര്യ ഒരു ടീച്ചറാണ്. അവർക്ക് ഈ ബിസിനസ് ഒന്നും അറിയില്ല. എന്നാൽ എനിക്ക് പറയാനുള്ള ഒരു സന്തോഷ വാർത്ത, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് 5 വർഷം ആകാൻ പോകുന്നു. ഈ കഴിഞ്ഞ 5 വർഷം എടുത്താൽ ആ കുടുംബത്തിൽ ഇദ്ദേഹം ഒരു 5 വർഷം അതിശക്തമായി ബിസിനസ് ചെയ്തതുകൊണ്ട് ആവറേജ് അവരുടെ വീട്ടിൽ കിട്ടുന്ന വരുമാനം ആവറേജ് 25 ലക്ഷം രൂപയ്ക്ക് പുറത്താണ്. ഇന്ന് മോള് ഡോക്ടറായി. ഒരിടത്തുനിന്ന് ലോണൊന്നും എടുക്കേണ്ടി വന്നില്ല. മൈ ലൈഫ് സ്റ്റൈൽ ഇൻകം മതിയായിരുന്നു. അവരുടെ ജീവ നിലവാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഈ ബിസിനസ്സിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. ഒരു വലിയ ടീം അതിശക്തമായി ചെയ്യുമ്പോൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവുന്നു. അതാണ് ഈ ബിസിനസിന്റെ ശക്തി. അതാണ് ഈ ബിസിനസിന്റെ സിംപ്ലിസിറ്റി. ഒരാൾക്ക് ഈ ബിസിനസ് തുടങ്ങണമെന്ന് തോന്നിയാൽ മറ്റുള്ള മേഖല പോലല്ല. ഇപ്പൊ ഈ ഒരു കൺവെൻഷൻ സെന്റർ ലക്സോട്ടിക്ക ഇതിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ കൊള്ളാലോ പരിപാടി, ഇതുപോലെ ഒരെണ്ണം കൂടെ തുടങ്ങിയാലോ. ഇത്ര സ്ഥലം വേണം, കോടികൾ വേണം, ഇത്രയൊക്കെ പണിയണം, അതിന് വീണ്ടും കോടികൾ വേണം. വേണ്ടേ? നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് കളയും. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു ജുവലറി, മലബാർ ജുവലറി ഉണ്ട്. ഇതുപോലൊരു ജുവലറി തുടങ്ങിയാലോ, ഇതുപോലൊരു ടെക്സ്റ്റൈൽ തുടങ്ങിയാലോ, ഇതുപോലൊരു പ്രസ്ഥാനം ആരംഭിച്ചാലോ എല്ലാവർക്കും പറ്റുമോ? ഇല്ല. അതേ സമയത്ത് ഈ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയാലോ എന്നൊരു തീരുമാനമെടുത്താൽ ഈ ഹോള് വിടുന്നതിന് മുമ്പ് ആൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള ചില ഉൽപ്പന്നങ്ങൾ വാങ്ങി ഈ ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അതാണ് ഇതിന്റെ പവർ. 2, നഷ്ടസാധ്യത ഇല്ല. 3, ഫ്യൂച്ചർ വലുതാണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ കഴിയില്ല. എക്സാമ്പിൾ, വീട്ടിൽ പുതിയ കാറ് വാങ്ങി, ഡ്രൈവിംഗ് അറിയില്ല. എന്നാൽ എൻ്റെ കാറല്ലേ, ഞാൻ വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഓടിക്കാൻ ശ്രമിച്ചാൽ 1, അത് ഓടില്ല. 2, എങ്ങാനും ഓടിയാൽ പിന്നെ അവരുടെ ആ വണ്ടിയിൽ ഇരുന്നവരുടെ കാര്യം തീർന്നു. കറക്റ്റ് ഓർ നോട്ട്? യെസ്. ഒരു ജോലിയും വീട്ടിൽ ഇന്ന് വരെ ചായ വെക്കാത്തൊരു വ്യക്തിക്ക് എന്നാൽ ഇന്നങ്ങോട്ട് ചായ ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ച് ഇറങ്ങിയാലൊന്നും ആ ചായ കുടിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കറക്റ്റ് ഓർ നോട്ട്? ഒരു സിമ്പിൾ ജോലി പോലും ആദ്യമായിട്ട് ഒരാൾക്ക് അറിയാതെ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇനി ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും.
കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ വെരി ഗുഡ്. പക്ഷേ ഈ ബിസിനസ്സിനെ കുറിച്ച് പൊതുജനത്തിന് എന്തൊക്കെ ധാരണകളുണ്ട്, എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കിതെങ്ങനെ പറയണമെന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി ഇത് പറയാൻ ശ്രമിച്ചാൽ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നത് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? യു ലേൺ ദ ബിസിനസ്. നിങ്ങൾ ഇത് പഠിക്കണം. ഞാൻ പറയുന്നത് ഒരു ഗ്രാജുവേഷന് പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുണ്ടാക്കണം. നിങ്ങൾ ഇതിൽ വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ ഒരു 3 വർഷം അതിനെ ലേണിംഗ് പീരീഡായി കാണുക. കുറച്ച് പേർക്ക് ഇത് മനസ്സിലായി തോന്നുന്നു, ബാക്കിയുള്ള ആൾക്കാരൊന്നും കൈയടിക്കുന്നില്ല. ലേൺ ചെയ്യാൻ ഇഷ്ടമല്ലേ? നിങ്ങൾ ഇതൊന്ന് ലിസ്റ്റ് നോക്കുക. നമ്മുടെ കൂടെ വരുന്നവരെ ഈ ജോലി ഒന്ന് പഠിപ്പിക്കുക, ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി പഠിപ്പിച്ചാൽ മതി. അതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുക, ചെയ്ത് കാണിക്കുക. ഇത് അവർ കണ്ട് അവർ പഠിച്ചോളും. ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക. ഒരാൾക്ക് എല്ലായിടത്തും ഒന്നും ഓടിയെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇത് ടോട്ടൽ എടുത്താൽ എൻ്റെ ഓർഗനൈസേഷനാണ് സൺ ഇന്റർനാഷണൽ ടീമും ഇതുപോലെ പല ടീമുകളും ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? എത്ര ദിവസം വേണം ഇതിനൊക്കെ? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേദികളൊക്കെ സംഘടിപ്പിക്കുന്നത്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ കഴിയൂ. പല ആൾക്കാരുടെ വിചാരം ഇതെന്തോ ലോട്ടറി എടുക്കുന്ന പരിപാടിയാണെന്നുള്ളതാണ്. ഇതിലങ്ങോട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് പൈസ കിട്ടിക്കോളൂ എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും ഇതിന് 1 രൂപ പോലും കിട്ടില്ല. ഇത് ബിസിനസ്സാണ്, ടേൺ ഓവർ വരണം. അതിനിത് പഠിക്കണം. പിന്നെ ഒരു സന്തോഷ വാർത്ത, ആർക്ക് വേണമെങ്കിലും മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാനും ആരെക്കാൾ വലിയ വിജയം നേടാനും ഈ ബിസിനസ്സിൽ സാധിക്കുമെന്നൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച പല ആൾക്കാരെ എടുത്ത് പഠിക്ക്, സ്വന്തമായിട്ട് വിലയിരുത്ത്. വേറൊരാളുടെയും തലച്ചോറിന് നമ്മുടെ തലച്ചോറിനെ പണയം വെക്കണ്ട. നമ്മൾ സ്വയമായിട്ടൊന്ന് തിരിച്ചറിയാ കാര്യം. അപ്പൊ നമ്മൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളും ചെയ്യണം. ഇവിടെയാണ് ആളുകൾ വീഴ്ച വരുത്തുന്നത്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ 100 പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ 80 പേരും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇത് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ മുഴുവൻ പരാജയപ്പെട്ടു. വിതൗട്ട് ട്രെയിനിങ് യു ഡോണ്ട് ഡു എനിത്തിങ്. ഒരു വിജയിച്ച ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ വീട് സ്വന്തമാക്കാൻ പറ്റുമോ? അത് എഞ്ചിനീയറിനെ വിളിക്കണം, വേണ്ടേ? ഒരു നല്ല എഞ്ചിനീയറാണ്, മകൻ അസുഖം വന്നാൽ ചികിത്സിക്കാൻ പറ്റുമോ? അത് ഡോക്ടറുടെ ജോലിയാ. അതാത് മേഖലകളിൽ നമുക്ക് കഴിവ് വേണം. നമ്മൾ വേറെ ഏതൊക്കെ മേഖലകളിൽ എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടേതായ രീതിയിൽ ഈ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇതിന്റെ രീതി നമ്മൾ പഠിച്ചെടുക്കണം. അതിനൊരു വിദ്യാർത്ഥിയുടെ മനസ്സ് വേണം. ഈഗോ മുഴുവൻ മാറ്റിവെക്കണം. ഞാനൊരു വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്ത ഉപേക്ഷിക്കണം. ഇത് പഠിക്കാൻ തയ്യാറാകണം, എങ്കിലേ വിജയിക്കാൻ പറ്റൂ. ലയണൽ മെസ്സിയും റൊണാൾഡോയും വന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ എങ്ങനെ? ഇന്നത്തെ ഏതെങ്കിലും ടീമിനോട് അവർ വിജയിക്കുമോ? ഇല്ല. അതേപോലെ ഈ ക്രിക്കറ്റ് കളിക്കാർ ഫുട്ബോളിൽ ഇറങ്ങാൻ എങ്ങനെ തന്നെയായിരിക്കും. സ്പോർട്സ് ആണ് എല്ലാം, പക്ഷെ എല്ലാം ഡിഫറെന്റ് ആണ്. അതിന്റെ സ്കിൽസ് ഡിഫറെന്റ് ആണ്. അതുപോലെ ഇതും ഒരു ബിസിനസ്സാണ്, ഇതിൻ്റെയും രീതി ഡിഫറെന്റ് ആണ്. ഇത് പഠിച്ചെടുക്കണം. ഇനി ഇത് സിസ്റ്റമാറ്റിക്കായി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുന്ന മാറ്റം ഞാൻ പ്രാക്ടിക്കലി പറയാം. ഇത് മൈ ലൈഫ് സ്റ്റൈലിലെ വെബ്സൈറ്റ് പേജാണ്. അതിൽ എൻ്റെ ഹോം പേജാണിത്. 4117231606 2013 ഓഗസ്റ്റ് മാസം 14 തീയതിയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 2023 അല്ലേ? ഓഗസ്റ്റ് ആയോ? ആവുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് 10ാമത്തെ വർഷത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈ 10 വർഷം കൊണ്ട് ഞാൻ ചെയ്തത് ഇതാണ്. സിമ്പിൾ ആയിട്ട് പറയാം, എനിക്ക് 13 വർഷത്തെ ഈ മേഖലകളിൽ പരിചയമുണ്ടായിരുന്നു. അത് ദൈവാനുഗ്രഹം. ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കി. ഏതാണ്ട് 500 മേലെ വരുന്നൊരു ലിസ്റ്റായിരുന്നു. ഡൽഹിയിലാണ് എൻ്റെ വീടുണ്ടായിരുന്നത്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ കരിയറിൽ പോയതാണ്. 2013 മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ വരുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത്, ഈ ബിസിനസിന്റെ പ്ലാൻ അനുസരിച്ച് ഒരു വ്യക്തിക്കും 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇറ്റ്സ് പ്യോർലി പർച്ചേസിങ്. അതും ഹോൾസെയിൽ വിലയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധനം കിട്ടും. വാങ്ങുമ്പോഴേ ലാഭമാണ്. ചിന്തിച്ചാൽ 100 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് കിട്ടിയാൽ 20 രൂപ ഏൺ ചെയ്തത് തുല്യമല്ലേ? സേവിങ് ഈസ് ഓൾസോ ആൻ ഏണിംഗ് അല്ലേ?
100 കൊടുക്കേണ്ടടുത്ത് 20 രൂപ ലാഭിച്ചാൽ 20 രൂപ അധ്വാനിച്ചുണ്ടാക്കിയത് പോലല്ലേ? യെസ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം, എങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇത്രയും ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തെങ്കിലും ഇവരുടെ എല്ലാവരെയും പോയി കാണാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. ഞാൻ അതുകൊണ്ട് അതിനനുയോജ്യരായ, എനിക്ക് ആത്മബന്ധമുള്ള ഒരു 100ഓളം ആളുകളെ സെലക്ട് ചെയ്തു. അവരോട് ഞാൻ ഈ ബിസിനസ് പങ്കുവച്ചു. അതിൽ നിന്ന് 2 ഓർഗനൈസേഷൻസിലായി ഞാൻ 4 വ്യക്തികളെയാണ് ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തത്. ആ രീതിയിൽ എൻ്റെ 2 ഓർഗനൈസേഷൻസ് ഡെവലപ്പ് ചെയ്തു വന്നു. പതുക്കെ പതുക്കെ ഇത് അതിശക്തമായി വളർന്നു. ഈ 10 വർഷത്തിനുള്ളിൽ വന്ന വളർച്ച എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ 1 ഇവിടെ ക്ലിയറാണ്, 719 കോടി ബിസിനസ് വോളിയം. ഓർഗനൈസേഷൻ 2 477 കോടി ബിസിനസ് വോളിയം. ടോട്ടൽ എടുത്താൽ 1200 കോടിക്ക് പുറത്ത് ബിസിനസ് വോളിയം. പൈസയിൽ പറയുവാണെങ്കിൽ 2000 കോടിക്ക് പുറത്തുള്ള ടേൺ ഓവർ. ചെറിയ ബിസിനസ് ഒന്നും അല്ല കേട്ടോ. തുടങ്ങുമ്പോൾ ചെറിയ ബിസിനസ്സാണ്, വളരുമ്പോൾ വലിയ ബിസിനസ്സാണ്. ധീരുഭായി അംബാനി തുടങ്ങിയപ്പോഴും ചെറുതായിരുന്നു, ഇന്ന് ചെറുതല്ല, കാരണം ഓർഗനൈസേഷൻ വലുതാ. MA യൂസഫ് അലി തുടങ്ങിയപ്പോഴും ചെറുതായിരുന്നു, പക്ഷേ ഇന്ന് ഓർഗനൈസേഷൻ വലുതാ, അതുകൊണ്ട് ബിസിനസ് വലുതാ. മുബീൻ മുഹമ്മദ് തുടങ്ങിയപ്പോഴും വെറും സാധാരണക്കാരനും ചെറുതുമായിരുന്നു, എന്നാൽ ഇന്ന് ചെറുതല്ല, ഒരു വലിയ ബിസിനസ്സായി ദൈവാനുഗ്രഹം കൊണ്ട് മാറി. അൽഹംദുലില്ലാഹ്. ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ ബിസിനസ് അല്ല. എൻ്റെ 4 ഓർഗനൈസേഷൻ വഴി അതിൽ ഏറ്റവും ചെറിയ ഓർഗനൈസേഷൻ 174 കോടി ബിസിനസ് വോളിയം കൊണ്ടുവന്നിട്ടുണ്ട്, ഏറ്റവും ചെറുത്. ഞാൻ പറയുന്നത് ഇത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഴിവല്ല, പ്രഭാവമല്ല, എൻ്റെ കൂടെ വന്ന ആളുകളുടെയും കൂടെയുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. ഇത് തന്നെയാണ് എല്ലാ ബിസിനസ്സും. കറക്റ്റ് ഓർ നോട്ട്? യെസ്. നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ ആഴ്ചയിൽ 2,10,000 കിട്ടും എന്നൊക്കെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ട് എന്താ ചിന്തിക്കുക? ആഴ്ചയിൽ 2,10,000, മാസം 8,40,000 രൂപ. നടക്കുന്ന കാര്യം വല്ലതും പറ അല്ലേ? ഇങ്ങനെയല്ലേ ചിന്തിക്കുക? ഞാനും ഇങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആദ്യത്തെ കാലഘട്ടത്തിൽ. പക്ഷേ ഇതൊരു ടീം വർക്കാണെന്ന് ബോധ്യപ്പെടുകയും 13 വർഷം ഈ ബിസിനസ് ചെയ്ത് പരിചയമുണ്ടായിരുന്നത് കൊണ്ട് ഞാനൊന്നൊരു സിമ്പിൾ ഇക്വേഷൻ ഇട്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: എൻ്റെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 20 ആളുകൾ കൊള്ളാവുന്നവർ വരുന്നു ഒരു ലീഡർഷിപ്പിലേക്ക്. രണ്ടാമത്തെ ഓർഗനൈസേഷനിലും ഒരു 20 ആളുകൾ കൊള്ളാവുന്നവർ വരുന്നു. ഒരാഴ്ച കൊണ്ട് ഈ 20 പേരും ഓരോ ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ പർച്ചേസിങ്ങും പ്രൊമോഷനും അതുപോലെ സ്പോൺസറിങ്ങും ഒക്കെ ഉൾപ്പെടെ 20 × 1 lakh എത്ര വരും? എത്ര വരും? 20 ലക്ഷം. 20 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ ഈ ബിസിനസിന്റെ പ്ലാൻ അനുസരിച്ച് 17.5 ലക്ഷം PV മാച്ച് ചെയ്താൽ 2,10,000 കിട്ടുമല്ലോ. അപ്പൊ ഞാനിത് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു തീരുമാനം എടുത്ത് ഉറപ്പിച്ചു, രാവും പകലും വർക്ക് ചെയ്യാൻ തയ്യാറാ. ഹിന്ദിയിൽ ഞങ്ങൾ പറയുന്നത് ദിൻമേ 2 ഗുണ और रात में 4 ഗുണ എന്ന് വെച്ചാൽ പകൽ 2 ഇരട്ടി, രാത്രി 4 ഇരട്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാ. നോ എനി അതർ ഫോക്കസ്. ആ രീതിയിൽ അതിശക്തമായി വർക്ക് ചെയ്തു. ആദ്യത്തെ വർഷങ്ങളിലെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് വീട്ടിൽ വരണം എന്നുള്ളതായിരുന്നു സ്വപ്നം. ആ രീതിയിലാണ് ഇത് ഏറ്റെടുത്ത് ചെയ്തതെന്ന് ഓർക്കണം. പല പല സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ എഴുതി വെച്ച സ്വപ്നമാണ് കിടന്നൊന്ന് ഉറങ്ങണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഉറങ്ങുന്നില്ലായിരുന്നു. ഉറങ്ങുന്നുണ്ട്. എയർപോർട്ടിൽ ഇരുന്നും ബസ്സിലിരുന്നും സഞ്ചരിക്കുന്ന കാറിലിരുന്നും ഒക്കെയാണ് ഉറക്കം. കിടന്നൊരു ബെഡിലിരുന്ന് ചലിക്കാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. ആ രീതിയിൽ കഠിനാധ്വാനം ചെയ്തു. എന്തുകൊണ്ട്? ടാർഗറ്റ് വാസ് ബിഗ്. 1 ഡേ കളിക്കുന്ന പോലെ 20-20 കളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആദ്യത്തെ ആഴ്ചത്തിന് 2,10,000 വേണം. ദൈവത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് നന്ദി പറഞ്ഞറിയിക്കുകയാണ്. കാരണം ഈ ബിസിനസ്സിലെ ഫസ്റ്റ് ക്ലോസിംഗിൽ തന്നെ 2,10,000 രൂപ എൻ്റെ കൂടെ വന്ന ഒരാൾ കൂടെ അച്ചീവ് ചെയ്തുകൊണ്ട് ഞാനും ആ അച്ചീവ്മെന്റിലേക്ക് എത്തി. ഇതെൻ്റെ തുടക്കം മുതലുള്ള ഇൻകമാണ്. ആദ്യമൊക്കെ ഓർഗനൈസേഷൻ ചെറുതായതുകൊണ്ട് ഈ 2,10,000 ഒന്നും എല്ലാ ആഴ്ചയിലും കിട്ടുന്നില്ലായിരുന്നു. ചില ആഴ്ചകളിൽ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ ഈ 2,10,000 എന്നുള്ളത് സ്റ്റേബിളായിട്ട് എല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വന്നതുപോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കൈയടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ 2,10,000 വീതം എല്ലാ ആഴ്ചകളും കൃത്യമായി വരാൻ തുടങ്ങി. ആ രീതിയിലാണ് പിന്നീട് ബിസിനസ് അങ്ങോട്ട് പോയത്. പക്ഷെ ഇവിടെയൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, പല പല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പേഴ്സണലി ഉള്ള പല പല സിറ്റുവേഷൻസ് കൊണ്ട് ഞാൻ മാസങ്ങളോളം
ഈ ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വരുമാനം കണ്ടിന്യൂസ് ആയി 2,10,000 വന്നു. ഇതാണ് ഞാൻ പറയുന്ന പാസീവ് ഇൻകം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യ ഒരു മാസം മുഴുവൻ ലോക്ക്ഡൗൺ ആയി. ഒരാളും വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിയില്ല. കോടികൾ മുടക്കി തുടങ്ങിയ വലിയ വലിയ സ്ഥാപനങ്ങളിൽ വരെ ടേൺ ഓവർ 0 ആയി. കറക്റ്റ്. പക്ഷെ ഇവിടെ വീട്ടിലിരുന്നുകൊണ്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യും. 2,10,000 ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നു. ഇത് ലാസ്റ്റ് വീക്കാ 512ാമത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയി 2,10,000. കുറച്ച് ആൾക്കാർക്ക് സന്തോഷം വന്നെന്ന് തോന്നുന്നു. കുറച്ച് പേരെ കൈയടിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർ കൈയടിക്കുന്നില്ല. ഇനി ചിലർ പറയാ ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന് പൈസ കിട്ടിയിട്ട് ഞാൻ കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ലേ? ഞാനും നിങ്ങളെപ്പോലെ തന്നെ വിചാരിച്ച ഒരാളായിരുന്നു. ഇതെൻ്റെ ബിസിനസ് ആയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. എനിക്ക് എടുത്താൽ പറയാനുള്ളത്, ഇവിടെ ഒരാളുടെ അച്ചീവ്മെന്റ് മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രചോദനം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് എനിക്ക് നേട്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്നിവിടെ പറയുന്നത്. വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ സ്വന്തം സഹോദരൻ പോലും താൻ വിജയിച്ചിട്ട് എങ്ങനെയാണെന്ന് സഹോദരനോട് പറഞ്ഞു കൊടുക്കുമോ? പെരുന്തച്ഛൻ പോലും ഒരടവ് പഠിപ്പിച്ചു കൊടുക്കില്ലെന്നല്ലേ? ഒരെണ്ണം പഠിപ്പിച്ചു കൊടുക്കില്ല, മാറ്റി വെക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യൽ. ഒരാശാനും എല്ലാം ഒന്നും പഠിപ്പിക്കില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ള മേഖലകളിൽ അത് മറ്റുള്ളവർ പഠിച്ചാൽ അപകടമാണ്. പക്ഷെ ഇവിടെയോ അത് നമുക്ക് നല്ലതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പല ആൾക്കാരും വിചാരിക്കും ഞാനൊരു സാധാരണക്കാരനല്ലേ, വലിയ പരിചയങ്ങളൊന്നും ഇല്ലാത്ത എനിക്കിതിൽ വിജയിക്കാൻ കഴിയുമോ? ഉറപ്പല്ലേ? നിങ്ങൾ ഏറ്റെടുക്കണം, തീരുമാനമെടുക്കണം, ഉറച്ചു നിൽക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പവർ ഞാനൊന്ന് പറയാം. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ ഒരാഴ്ചയിലെ ടേൺ ഓവറാണ്. ഇവിടെ നിങ്ങൾ നോക്കാം, 5,89,00,000, 4,13,00,000. ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2, ടോട്ടൽ 10 കോടി ഒരാഴ്ചയിൽ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ 10 കോടിയുടെ ടേൺ ഓവർ ഒരാഴ്ചയിൽ കൊണ്ടുവരാൻ ഞാൻ എത്ര ഷോപ്പുകൾ ഓപ്പൺ ചെയ്തു, ഞാൻ എത്ര ഓഫീസുകൾ വെച്ചു, ഞാൻ എത്ര പേരെ തൊഴിലിന് വെച്ചു. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, മലയാളിയാണ്. എനിക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭാഷ അറിയില്ല. ആസാമി എനിക്ക് കേട്ടാൽ പോലും കൃത്യമായിട്ട് മനസ്സിലാവില്ല, കുറച്ചൊക്കെ തിരിയുന്നുള്ളൂ, പറയാൻ അറിയില്ല. പക്ഷെ ഒരാഴ്ചയിൽ എനിക്ക് അവിടുന്ന് മാത്രം 1.5 കോടിയുടെ ബിസിനസ് ഉണ്ട് ഒരാഴ്ചയിൽ. മണിപ്പൂരി ലാംഗ്വേജ് എനിക്കറിയില്ല, മിസോറാമിലെ ലാംഗ്വേജ് എനിക്കറിയില്ല, അരുണാചൽ പ്രദേശിലെ ലാംഗ്വേജ് അറിയില്ല, പഞ്ചാബി എനിക്ക് ഫ്ലുവൻ്റ് അല്ല, ഗുജറാത്തി എനിക്ക് ഫ്ലുവൻ്റ് അല്ല, മറാഠി എനിക്ക് ഫ്ലുവൻ്റ് അല്ല. പക്ഷെ ഇവിടുന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബിസിനസ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ ഉള്ളവർക്കൊക്കെ അത് ഫ്ലുവൻ്റാണ്. മനസ്സിലായോ? ഇതാണ് ഈ ബിസിനസിന്റെ പവർ. അപ്പൊ നമ്മളിവിടെ ശക്തമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇന്ന് ഈ ടേൺ ഓവർ എൻ്റെതാണെങ്കിൽ നാളെ ഈ ടേൺ ഓവർ ഇത് വിശ്വസിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ആളുകൾക്കും വരുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങളിൽ ആ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അതിനാണ് ഈ ഗാലോപ്പ് പ്രോഗ്രാം, ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയുള്ള, ഒരു വലിയ ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഈ ഗാലോപ്പ് സീസൺ 2 എന്നുള്ളൊരു പ്രോഗ്രാം നമ്മളിവിടെ വെച്ചത്. ഒരു പുതിയ ഏറ്റെടുക്കലാണ്, ഒരു പുതിയ എനർജിയാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. ആ തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കണം. നിങ്ങളിവിടെ നോക്കേണ്ടത് ഇവിടെ ആഴ്ചയിൽ ഇൻകം മാത്രമല്ല, റാങ്ക് അനുസരിച്ച് മാസവരുമാനം വേറെ ഉണ്ട്. എൻ്റെ ആദ്യ മാസത്തിൽ 39,000 വരുമാനമെങ്കിൽ രണ്ടാമത്തെ മാസം 3,92,200 ഒരു മാസം കൊണ്ട് വരുമാനം 10 ഇരട്ടി വർദ്ധിക്കുന്ന വേറെ ഏതെങ്കിലും മേഖല നിങ്ങൾക്ക് അറിയൂ? നമ്മൾ ചിന്തിക്കണം. ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാരൊക്കെ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒരുമാതിരിയൊക്കെ ഒരു ലെവലിലെത്തുന്നത് അല്ലേ? പക്ഷേ ഈ ബിസിനസിന്റെ പവറാണിത്. നിങ്ങൾ നോക്കുക, പിന്നീട് വന്നപ്പോൾ ആ വരുമാനമൊക്കെ 10, 12, 15, 16, 20, 25 ലക്ഷമൊക്കെ മാറി. ഒരു മാസത്തിൽ ഞാൻ നോക്കിയപ്പോൾ അത് 36 ലക്ഷം രൂപ വരെ വന്നു. 35 ലക്ഷം, 36 ലക്ഷം. ഇത് 100% ലീഗൽ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഫോം 16A അഥവാ മൈ ലൈഫ് സ്റ്റൈൽ മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാൻ കാർഡിലൂടെ കൊടുക്കുന്ന ടോട്ടൽ ക്രെഡിറ്റ് അറിയാനുള്ള ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ക്വാർട്ടറിൽ വന്ന ടോട്ടൽ വരുമാനം 1,35 ലക്ഷം രൂപയാണ്. വേറൊരു ക്വാർട്ടറിൽ വന്നത് 1,39 ലക്ഷമാണ്. വേറൊരു ക്വാർട്ടറിൽ വന്നത് 1,47 ആണ്.
വേറൊന്നിൽ വന്നത് 1,70,00,000 വേറൊന്നിൽ വന്നത് 1,99,00,000. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇതാണ്, 2,05,00,000. ഞാനിത് ഇവിടെ കാണിക്കുന്നത് 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയിലൂടെ വന്ന വരുമാനമാണ് ഇത്. എനിക്ക് പല ഡിസ്ട്രിബ്യൂട്ടർഷിപ്പുകളുണ്ട്, അതിലൂടെ വന്ന വരുമാനമാണിത്. ഇതൊരാൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുക മാത്രമല്ല, അത് കാണാനും കൂടിയുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴം വർദ്ധിക്കും. കറക്റ്റ് ഓർ നോട്ട്? യെസ്. 2, അത് നിങ്ങളിൽ പ്രതീക്ഷ ഉണ്ടാക്കാം. ഇനി ഇത് മാത്രമല്ല, ഇതിലൊക്കെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം, ഇത് ഓരോ വർഷത്തിലുമുള്ള കാൽക്കുലേഷൻ. ഫോം 26A എന്ന് പറയും. ഇൻകം ടാക്സിനെ കുറിച്ചും അക്കൗണ്ട്സിനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ലീഗലി കിട്ടുന്ന പൈസയൊക്കെ ടാക്സ് അടയ്ക്കുമ്പോൾ 26AS വരും. എനിക്ക് പല വരുമാനങ്ങളുണ്ട്. അതിൽ 2ാം നമ്പറിൽ കിടക്കുന്ന മൈ ലൈഫ് സ്റ്റൈലാണ്. അതിൽ നിങ്ങൾക്കറിയാം, ഒരു വർഷം കൊണ്ട് വന്ന ക്രെഡിറ്റാണ് 6,04,00,000. അതിനടുത്ത വർഷം വന്നത് 6,40,00,000 രൂപയ്ക്ക് പുറത്ത്, 6,46,00,000. നിങ്ങൾ നോക്കേണ്ടത്, ഇത് വന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ കൊറോണ പീരീഡാണ്. ആളുകളൊക്കെ ബിസിനസ് നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു വർഷം കൊണ്ട് വരുമാനത്തിൽ 43 ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള വർധന ഉണ്ടായത്. നിങ്ങൾ ചിന്തിക്കണം, ചെറിയ കാര്യമാണോ? ഇതേ ബിസിനസ്സാണ് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. നിങ്ങൾ കുടുംബത്തിലുള്ള ആളുകൾക്ക് സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഏറ്റെടുക്കേണ്ടത്. നമ്മളുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ ഈ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നങ്ങൾ. പൂർണ്ണ ബോധത്തോടുകൂടി തുറന്ന കണ്ണുകൾ വെച്ച് ഭാവിയെ മുൻകൂട്ടി കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഉറക്കം കെടുത്തുന്ന, ഉറക്കം നശിപ്പിക്കുന്ന സ്വപ്നമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ വിശ്വാസം ഉണ്ടാകണം, അതിന് ജീവൻ നൽകണം, അതിനെ ആത്മാവ് കൊടുക്കണം. ആ സ്വപ്നങ്ങൾക്ക് ആത്മാവ് കൊടുത്ത് അതിനെ ലക്ഷ്യമാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. ലക്ഷ്യബോധമില്ലാതെ ഒരു യാത്രയും അവസാനിക്കില്ല. കറക്റ്റ് ഓർ നോട്ട്? യെസ്. തീരുമാനം വേണം, ലക്ഷ്യം വേണം. നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു നല്ലൊരു വീട്, മനസ്സിൽ ആഗ്രഹമുള്ള ഒരു വീട് പൂർത്തിയാക്കണം, ആഗ്രഹിക്കണം. ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാർ വേണം, ആഗ്രഹിക്കണം. ഇവിടെയും ഇന്ന് തന്നെ അഗേഷ് സാർ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നത്, കണ്ണൂർ എയർപോർട്ടിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ന്യൂ മഹീന്ദ്ര XUV 700 എന്ന് പറഞ്ഞൊരു കാറിലാണ്. സൂപ്പർ ലക്ഷറി കാർ. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഈ ലോകം മുഴുവൻ കാണാതെയാണ് ഭൂരിഭാഗം ആളുകൾ മരിച്ചു പോകുന്നത്. ദൈവം വളരെ സുന്ദരമായിട്ടാണ് ഈ ലോകം സൃഷ്ടിച്ചത്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സൊക്കെ ഒന്ന് കുളിർപ്പിച്ച് മനസ്സിനൊരു പുതിയ ഉന്മേഷം വന്ന് ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെ ലോകം മുഴുവൻ കാണണ്ടേ? ലോകം മുഴുവൻ കാണണമെങ്കിൽ സമയ സ്വാതന്ത്ര്യം വേണ്ടേ? അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അത് കൊടുക്കാൻ കഴിയണം. ഇന്നൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒരു സാധാരണക്കാരൻ പോലും 2 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇനി എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഒരു സാധാരണ ബിസിനസ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഈ കണ്ണൂർ ജില്ലയുമായിട്ടൊക്കെ വളരെയധികം ആത്മാർത്ഥമായ ബന്ധമുണ്ട്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫാദറിൻ്റെ ബിസിനസ് ഉണ്ടായ സ്ഥലം പയ്യന്നൂരാണ്. അവിടുത്തെ ഒരു ആദ്യത്തെ ബുക്ക് സ്റ്റാളുകളിലൊന്നാണ് വികാസ് ബുക്ക് സെന്റർ എന്ന് പറയും. ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടെ ഒരു ബുക്ക് സ്റ്റാൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പാത്രത്തിന്റെ ഹോൾസെയിൽ ബിസിനസ്സും ഉണ്ട്. സാമാന്യം നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നായിരുന്നു ഞാൻ വന്നത്. എന്നാൽ ബിസിനസ്സിൽ പല സമയത്തും പല പ്രശ്നങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. ഈ സാഹചര്യങ്ങളൊക്കെ നേരിട്ട് കാണുകയും വലിയ പ്രതിസന്ധികൾ നേരിടുകയും ഒക്കെ ചെയ്തു. അത് വലിയൊരു അനുഭവമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് കാരണം ഞാൻ ഒരു നല്ലൊരു ജോലി വാങ്ങണമെന്നാണ് എൻ്റെ ഫാദർ തുടക്കത്തിൽ എന്നോട് പറഞ്ഞത്. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ NCCയിൽ വളരെ ആക്റ്റീവായിരുന്നു. ഇത് NCCയിലൊക്കെയുള്ള കോളേജ് ടൈമിലേക്കുള്ള ഫോട്ടോയാണ്. ഞാനൊരു C സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. ആർമിയിലൊരു ജോയിന്റ് കമ്മീഷൻ ഓഫീസറായിട്ട് പോകണം, SSB ത്രൂ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ഒരൊറ്റ ആക്സിഡന്റ് എനിക്ക് മേജർ കംപ്ലൈന്റുകളൊന്നും, എൻ്റെ വലത് കൈ മുറിഞ്ഞുപോയി. എൻ്റെ ലെഫ്റ്റ് കൈയിൽ ഏതാണ്ട് ഒരുപാട് ഫ്രാക്ചേഴ്സ് വന്നു. കൈയുടെ കുഴയൊക്കെ പൊടിഞ്ഞുപോയി. 2 കൈയിലും കമ്പിയിടേണ്ടി വന്നു. 2 വർഷത്തോളം ട്രീറ്റ്മെന്റ് ആയി. ഇൻഫെക്ഷൻസ് വന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ലൈഫിൽ നിന്ന് 2 വർഷം അങ്ങ് പോയി. ഈ സമയത്ത് എന്നോടൊപ്പം ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഫാദറാണ്. ഒരു 6 മാസം കൊണ്ട് ഫാദറിന്റെ ബിസിനസ് നഷ്ടത്തിലായി. പലിശ ഹറാമായതുകൊണ്ട് ബാങ്കിൽ പൈസയൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ പോയി ചോദിച്ചും ശീലമില്ല, കൊടുത്തേ ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസത്തിലേക്ക് മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി ഒക്കെ മാറി.
ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുടുംബത്തിനെ സഹായിക്കാൻ എന്ത് ചെയ്യണം, ഇതിനെങ്ങനെ ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അതിന് ഉത്തരമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ കിട്ടിയത്. ഞങ്ങളുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫാദർ ചെറുപ്പം മുതലേ, ഞങ്ങളുടെ വീട് വളരെ ചെറിയൊരു വീടാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ ഫാദർ വാങ്ങിയ ഒരു പഴയ വീട്. സമയത്തൊന്നും മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ബന്ധുക്കളൊന്നും വന്ന് നിൽക്കില്ല, ആരും അങ്ങനെ വരികയില്ല, അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, എൻ്റെ മദർ ഒരു ആസ്മറ്റിക് പേഷ്യൻ്റാണ്. പൊടിയും പുകയും ഒക്കെയുള്ള സന്ദർഭത്തിൽ ഈ ആസ്മയുടെ അസുഖം മാറുകയില്ല. ഡോക്ടർ പല പ്രാവശ്യം ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ വീടൊന്ന് മാറ്റി. എനിക്കൊക്കെ ആ ആയത്തുകളൊക്കെ ഇന്നും കൃത്യമായി കാണാപ്പാടാണ്. അപ്പം ഇതൊക്കെ പറയുമ്പം ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് പറയും, അതൊക്കെ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം വീട്ടിലൊക്കെ വേണോ, ഞങ്ങളൊക്കെ പഠിക്കുകയാണ്, സഹോദരൻ്റെ വിവാഹം നടക്കണം, ഞങ്ങൾക്കൊക്കെ കല്യാണം കഴിക്കണം, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മെച്ചപ്പെട്ട രീതിയിലൊക്കെ നടക്കുള്ളൂ. ഇതിനൊരു മാറ്റം വരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഏറ്റവും വലിയ സ്വപ്നങ്ങൾ. ഇങ്ങനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ആദ്യത്തെ 2.5 വർഷം ഞാൻ ചുരുക്കി പറയാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സാമ്പത്തികമായി എന്ത് നേടിയോ അതിൻ്റെ 3 ഇരട്ടിയിൽ കൂടുതൽ ചെലവായി, കടം വന്നു 2.5 വർഷം കൊണ്ട്. പല പ്രാവശ്യം ആലോചിച്ചു, ഇത് നിർത്തിയാലോ, ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, ചെയ്തിട്ട് അങ്ങോട്ട് പൈസ കയ്യിലോട്ട് വരുന്നില്ല, അങ്ങോട്ട് നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ട്രെയിനിങ് ഒന്ന് മാത്രമാണ് എന്നെ ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സഹായിച്ചത്. പല ആളുകളുടെയും വിജയകഥകൾ കേൾക്കുമ്പോൾ പ്രതീക്ഷ ഉണ്ടാകും. അങ്ങനെ പിടിച്ചു നിന്നതാണ്. ഖുറാനിലൊക്കെ പറയുന്നുണ്ട്, ഇന്നല്ലാഹു മഅസ്സാബിരീൻ, ദൈവം ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഇത് പുരാണങ്ങളിലും ആദർശങ്ങളിലും ബൈബിളിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പറയുന്നുണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ. നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാര്യങ്ങൾ ക്ഷമിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം മഹാഭാരതത്തിലെടുത്താൽ അവിടെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ലൈഫിൽ ഈ പാണ്ഡവർ എന്തെല്ലാം പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ട്. എത്രയോ വർഷത്തെ വനവാസക്കാൽ, രാജ്യവും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നില്ലേ? അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിന്നതുകൊണ്ടല്ലേ അവർക്ക് വിജയിക്കാൻ പറ്റിയത്, അല്ലേ? ധർമ്മത്തിന്റെ പാതയിൽ നിന്നതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത്. കറക്റ്റ് ആണോ? യെസ്. ഇതുപോലെ നമ്മൾ വിശ്വസിക്കുന്നതാണ് മുഹമ്മദ് നബി അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ? ദൈവത്തിന്റെ വളരെ അടുത്ത ആളുകൾ, പ്രവാചകന്മാരാണ്, വളരെ സ്നേഹമുള്ള വ്യക്തികളാണ് എന്ന് പറഞ്ഞാലും അവരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റിന് 35 വർഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം 12 പേരെ പഠിപ്പിച്ച് നന്നാക്കി. അതിലൊരാൾ വഴി തെറ്റിപ്പോയി. ബാക്കി 11 ആളുകൾ. ആ 11 ആളുകളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായി, ഒരു ടീമായി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, കറക്റ്റ് ഓർ നോട്ട്? യെസ്. ഇനി മുഹമ്മദ് നബിയുടെ ജീവിതം എടുത്താൽ, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി സൗദി അറേബ്യ വിട്ടു വേറെങ്ങും പോയിട്ടില്ല. അദ്ദേഹം കുറെ ആളുകളെ പഠിപ്പിച്ചു. അതിൽ ഹിജ്റ വർഷത്തിന് ശേഷം മദീനയിലുള്ള ജീവിതത്തിൽ കുറെ വർഷം, 10 വർഷത്തെ കഠിനമായ പരിശീലനമായിരുന്നു. അവിടെ മക്കയിലുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ വന്നിട്ട് പോലും അവര് പറഞ്ഞ നിബന്ധനകൾ, അതിന് ഹുദൈബിയ സന്ധി എന്ന് പറയാ, ആ നിബന്ധനകളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ അന്ന് ആളുകൾ പരാജയമെന്ന് കരുതി ക്ഷമിച്ചു മാറിയതാണ്. പക്ഷെ ആ ഒരു പരിശീലനം കൊണ്ടാണ് അവർ വിജയിച്ചത് ആത്യന്തികമായി ലോകം മുഴുവൻ. നമ്മൾ ചിന്തിക്കണം, ഇതുപോലെ എന്തൊക്കെ ചരിത്രങ്ങൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ടത്, കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആർക്കും വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരേ ഒരു ലൈഫേ ഉള്ളൂ. മാറ്റങ്ങൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അവസരം നൽകും. അങ്ങനെ കിട്ടിയ അവസരത്തിലൂടെ എൻ്റെ സഹോദരന്റെ വിവാഹം നടക്കണം. പുതിയ വീടൊന്നും വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വാടകയ്ക്കാണ് ആദ്യം മാറിയത്. ആദ്യത്തെ വാടക വീടിന്റെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞ് ഞാൻ 23 വയസ്സുള്ളപ്പോൾ 5000 സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള ഒരു പുതിയ വീട്ടിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് മാറാൻ പറ്റി. അത് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവറാണ്. ഞാനന്ന് മിലിറ്ററി പോകാൻ പറ്റിയില്ലെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് BEdും കഴിഞ്ഞ് എൻ്റെ ക്ലാസ്മേറ്റ്സിനെ പോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകനായി വർക്ക് ചെയ്യേണ്ട വന്നേനെ. ഒരു 25,000 30,000 രൂപയ്ക്ക് ശമ്പളം കിട്ടും. ആ ജോലിയിൽ നിന്നുകൊണ്ട് ഇതുപോലെയുള്ള വീടും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഈ ബിസിനസിന്റെ വളർച്ചയുമായി പല പല സംസ്ഥാനങ്ങളിൽ ബിസിനസ് വന്നപ്പോൾ കൊച്ചിയിലേക്ക് മാറേണ്ടി വന്നു. അവിടെ ഒരു നല്ല മനോഹരമായ ഒരു വില്ല വാങ്ങാൻ പറ്റി. ലൈഫ് ഒന്നാണ്, വീടുകൾ ഒന്നാവണമെന്നില്ല, പലതാവാം. മാറ്റങ്ങളാണ്, പ്രോഗ്രസ് ആണ്.
പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഡൽഹിയിലൊക്കെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡറാണ് DLF, അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങണം. 2.5 കോടി 3 കോടിയെ കൊടുത്ത് വാങ്ങിയില്ല. അവർ കൊച്ചിയിൽ തുടങ്ങിയപ്പോൾ അവരുടെ പ്രോജക്റ്റിൽ 4 ഫ്ലാറ്റുകൾ ഒരുമിച്ച് വാങ്ങാൻ എനിക്ക് സാധിച്ചു. അത് ഈ ബിസിനസിന്റെ പവറാണ്. ആ സമയത്താണ് എൻ്റെ ഫാദറിന് ഒരു പാർക്കിസോണിസം, അൽഷിമേഴ്സ് 2 പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ലൈഫ് ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഒരു വില്ല പുതിയതായിട്ട് വാങ്ങണം, മക്കളൊക്കെ വളർന്നു, അതുകൊണ്ട് മുറികളൊക്കെ കൂടുതൽ വേണം. ഒരു പ്ലാൻ കണ്ടു, അത് സ്വപ്നം കണ്ടു, ലക്ഷ്യമായിട്ട് വെച്ചു, വർക്ക് ചെയ്തു. ഇന്നത് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇവിടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. സൗണ്ട് ഒന്ന് കൊണ്ടു. ഞാനൊന്നും ലൈഫൊന്നും ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. വീട്ടിലെ ആ പഴയ സാഹചര്യത്തിൽ നിന്ന് മാറണമെന്ന് മാത്രം ആഗ്രഹിച്ചുള്ളൂ. ഇതൊന്ന് കണ്ടോളൂ. പുതിയൊരു മനസ്സുമായിട്ട്, ആവേശമുള്ളൊരു മനസ്സുമായി, ഗാലപ്പിന് ചേർന്നൊരു മനസ്സുമായി, ജീവിതത്തിലൊരു വലിയ കുതിച്ചാട്ടത്തിനായി. Any task you do, you have to come across problem. Problem should not become the captain of the individual or the project chief. And കയ്യടിയാണ് ഇവിടെ വേണ്ടത്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് സ്വന്തമായിട്ടൊരു വാഹനം വേണം. എൻ്റെ ഫാദറിന് വണ്ടികളൊന്നുമില്ല, ലൈസൻസ് പോലും ഇല്ല. വീട്ടിലാണെങ്കിൽ എൻ്റെ 12-13 പടികളുണ്ട്. ഞങ്ങൾ എപ്പോഴും വേറെ ഒരു 5 കൂടെ വെക്കായിരുന്നു. അങ്ങനെയാണ് പിന്നെ 18ാം പടിയായ വീട്ടിൽ വണ്ടിയൊന്നും കയറരുത്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വന്നത്. 2.5 വർഷം കൊണ്ടാണ് എനിക്കൊരു 2 വീലർ സ്വന്തമാക്കാൻ പറ്റിയത്. ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് നിരാശകൾ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ക്ഷമയിൽ അവലംബിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ 4 വീലറായി. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ബ്രാൻഡ് ന്യൂ സ്കോഡയാണുള്ളത്. ഇന്നോവ പോലെയുള്ള പല പല വാഹനങ്ങൾ മാറി ഉപയോഗിച്ചു. വർഷങ്ങളായി ഒരു സൂപ്പർ ലക്ഷറി കാർ BMW ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് പോയപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടേണ്ട അന്ന് ഞാനൊരു ബ്രാൻഡ് ന്യൂ ഫോർച്യൂണറാണ് ഇറക്കിയത്. വീട്ടിൽ പഞ്ചസാര തീരുമ്പോൾ 2 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഫീലിങ്ങിലൂടെയാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത്. അത് മൈ ലൈഫ് സ്റ്റൈലിലെ ഒരു ഡയമണ്ട് അച്ചീവർ ആയതുകൊണ്ടാണ് അങ്ങനെ വാങ്ങാൻ സാധിച്ചത്. തലേദിവസം വരെ വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല. എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നവർ എല്ലാവരുമായിട്ട് പോയി, അങ്ങോട്ട് പോയില്ല, ഭാര്യ ഇങ്ങോട്ട്